ഫുരിദൽ കലാമു ഫിൽ ബസറത്തി വശിബിഹ, ബസറ പോലത്തെ വലിയ രാജ്യങ്ങളിൽ എത്രത്തിൽ മസ്ജിദു അൽ അക്ബറു ലാ യസ്ഉ അഹ്ലഹ, അവിടുത്തെ വലിയ പള്ളി അവിടെ ഉള്ളവർക്കെല്ലാം കൂടി എന്താവൂലേനും മതിയാവൂലേനും. എന്നാ അപ്പൊ അവിടെ എന്താ ചെയ്യേണ്ടത്? അവിടെ ഫമൻ യഖൂലു ലാ യുശ്തറത്തു ലിൽ ജുമുഅത്തി അൽ മസ്ജിദു, ജുമുഅക്ക് പള്ളി വേണമെന്ന് ഷർത്തില്ല എന്ന് പറയുന്നവര് ഇപ്പൊ നമ്മളെടുത്ത് പള്ളി വേണ്ട, ഷാഫിയുടെ അടുത്ത് നമുക്ക് എവിടുന്ന് നിസ്കരിക്കാം. നേരെ മറിച്ച് മാലിക് ഇമാമിന്റെ മദ്ഹബിൽ പള്ളിയിൽ മാത്രമേ ജുമുഅ പറ്റുള്ളൂ. അപ്പോ പിന്നെ അല്ലദി ലാ യുശ്തറത്തു ലിൽ ജുമുഅത്തി അൽ മസ്ജിദു വലൽ ഇമാമു, മുസ്ലിമീങ്ങളെ ഇമാമ് വേണം ജുമുഅക്ക്. ഇമാമുണ്ടല്ലോ പള്ളിയിലുള്ള നമ്മൾ ഇന്ത്യങ്ങളുമാർക്ക് കുത്തുബക്ക് ഇമാമുകളുടെ ഇമാമെന്നല്ല, മുസ്ലിം ഇമാമ് സുൽത്താൻ എവിടെയുള്ളത് ആ സുൽത്താനും ജുമുഅക്ക് കൂടണം, എന്നാലേ ജുമുഅ സഹിയാവുള്ളൂ എന്ന് പറഞ്ഞ മദ്ഹബിലുണ്ട്. അതൊന്നും അല്ലാത്ത ആളുകൾക്ക് മദ്ഹബി ഷാഫി മദ്ഹബ് പോലെ നമ്മളെടുത്ത് ഇമാമ് വേണമെന്നില്ല. മുസ്ലിങ്ങളെ ഇമാമ് അല്ലെങ്കിൽ സുൽത്താൻ അല്ലെങ്കിൽ കാദി, ആ കാദി ജുമുഅക്ക് കൂടണം എന്നില്ല ജുമുഅ സഹിയാവാൻ, പള്ളി വേണമെന്നില്ല ജുമുഅ സഹിയാവാൻ. അപ്പൊ മദ്ഹബി ഷാഫിഈ പോലത്തെ ആളുകൾ യുംകിനുൽ ഖൗലു ബിഅന്നഹും യുസല്ലൂന ഫി തുറുഖാത്ത് മഅൽ ജാമി, അവിടെ പറയാ അവിടെ വഴിയില് പള്ളിയിൽ നിൽക്കാൻ കഴിയുമ്പോൾ പള്ളിയിൽ ഇരിക്കുക, ബാക്കിയുള്ളവർ പള്ളിനോട് ഒപ്പിച്ചുകൊണ്ട് എന്താക്കുക വഴിയില് സ്വപ്പും കെട്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ കേൾക്കണം. ഇനി അത് കെട്ടാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ അത് വേറെ വിഷയം. എവിടെ അങ്ങാടി റോട്ടുമലൊന്നും നിൽക്കാൻ സ്ഥലമില്ലെങ്കിൽ അത് വേറെ വിഷയം. അങ്ങനെ സ്ഥലം കൊടുത്ത് ഇഖാമത്തുൽ ഫർദി ബി ജുമുഅത്തിൻ വാഹിദത്തിൻ, അപ്പൊ ഒറ്റ ജുമുഅയുടെ കാര്യം നടക്കുമല്ലോ, ഒറ്റ ജുമുഅ മതിയല്ലോ. കാരണം പള്ളിയിൽ നിസ്കരിക്കുക, ബാക്കിയുള്ളവർ എന്താക്കുക റോട്ടുമലും മറ്റൊക്കെ ആയിട്ട് തോന്നുക, അപ്പൊ ഒരു ജുമുഅ മതിയല്ലോ. ഇനി പിന്നെ പറയണം ഒമൻ യസ്തരിത്തുൽ മസ്ജിദ, പള്ളി ഷർത്താണ് ജുമുഅക്ക് എന്ന് പറയുന്ന ആളുകൾ യതഅദ്ദറു ദാലിക ഇൻദഹു ഫൈദം തലഅൽ മസ്ജിദു, അപ്പൊ പള്ളി നിറഞ്ഞു. ഓ ബഖിയത്ത് ത്വായിഫത്തും മിൻ അഹ്ലിൽ ബൽദി, നാട്ടുകാരിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞാൽ അവിടെ വാക്കിന്റെ ഒരു എത്ര ഉണ്ടാവും ചുരുക്കത്തില് ചുരുങ്ങിയത് ഓരോ ഇമാമിന്റെ അടുത്തും ആ ഇമാമിന്റെ അടുത്ത് ജുമുഅക്ക് പറ്റുന്ന അതത് വേണം. അങ്ങനെ വന്നുകൊടുത്ത് ലാ യുംകിനു അൽ വുസൂലി ഇലൽ മസ്ജിദി, അവൾക്ക് പള്ളിയിലെ അവൾക്ക് എന്താവില്ല സൗകര്യമില്ല. ആ സൂറത്തിൽ മസ്ജിദ, പള്ളി ഷർത്താണെന്ന് പറയുന്ന ഇമാമിയങ്ങൾ അവർക്ക് ആവശ്യമാവും ഇക്കൂട്ടക്കാരെ പറ്റി പറയണം. എന്ത് പറയണം? അഹദ അംറൈനി, രണ്ട് സംഗതിയും. എന്താ? ഇമ്മ അന്നവും യുഖീമൂന മുഹറ, ഒന്നിരിക്കൽ പോലും എന്താക്കണം മുഹറ് കേൾക്കണം. കാരണം പള്ളിയിൽ നിന്നേ പറ്റുള്ളൂ, പള്ളിയിൽ എന്ത് ചെയ്യണം സ്ഥലം ചെയ്യണം. കാരണം ആ മറ്റോലെ ഹക്കിന് ജുമാഅ പറ്റൂലല്ലോ. കാരണം കൊണ്ട് പള്ളിയിൽ നിന്നല്ലേ സ്ഥലം പറ്റുള്ളൂ, പള്ളിയിൽ ഇവിടെ ഏതിരിക്കുന്നു സ്ഥലം ചെയ്യണം. അപ്പൊ ബാക്കിയുള്ള ആളുകൾ ഒന്നിരിക്കൽ മുഹറ് കേൾക്കണം എന്ന് പറയാം. ഏതുപോലെ ആരമാരിക്ക് കമല്ല യുദ്രിക്കിൽ ജുമുഅത്ത ഫൈനഹു യുസല്ലി മുഹറ, ജുമുഅ കിട്ടാത്ത ആളുണ്ടല്ലോ ഓ മുഹറ് കേൾക്കണമായിരിക്കും ഇവൻ മുഹറ് കേൾക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ പറയണം വഇമ്മ അൻ യുറഖിസ ലഹും ഫീ ഇഖാമത്തി ജുമുഅത്തിൻ ഉഖറ ഫീ മസ്ജിദിൻ ആഖറ. കണ്ടോ, വേറൊരു പള്ളി എന്നാ പിന്നെ പറഞ്ഞാൽ പോലെ ഇവിടുന്ന് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ വേറെ ജുമുഅ എടുത്തതെന്ന് പറഞ്ഞാൽ മതി. അതല്ല പറയുന്നത്. വഇമ്മ അൻ യുറഖിസ ലഹും, അവർക്ക് വിടുതി കൊടുക്കുക, അവരോട് എന്താ നിങ്ങൾക്ക് ഒരു റുഖ്സയാണ്, നിങ്ങൾ എന്ത് ചെയ്തോളി ആ നാട്ടിലുള്ള പള്ളികളിൽ നിന്ന് വേറൊരു പള്ളിയിൽ. ഇതൊരു മാലിക്കി മദ്ഹബിൽ പള്ളി ഷർത്താണെന്നുള്ള നിലക്ക് എടുത്തു പറയുന്ന അഭിപ്രായമാണെങ്കിലും മാലിക്കി മദ്ഹബിൽ പള്ളി പോലെ എന്നാൽ ഈ പള്ളിക്ക് തന്നെ നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് ലോകത്തുള്ള പണ്ഡിതന്മാർ ആരും പറഞ്ഞില്ലാണ്. ഇതാ നമ്മൾ പറയുന്നത്. പിന്നെ ഒക്കതി ഊഹത് മീനു അതിന്ന് അങ്ങനെ പിടിക്കാന്ന് പറഞ്ഞത് ഫത്വക്ക് പറ്റുമോ? സമസ്തരുടെ ഫത്വ എന്ന് പറഞ്ഞത് ആധികാരികമായ ഫത്വയാണ്. അത് മുഴത്തമതനുസരിച്ച് ഞങ്ങൾ ഫത്വ കൊടുക്കുള്ളൂ. അതിന് അങ്ങനെ പിടിക്കപ്പെടാന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല. ഇനി വേണമെങ്കിൽ അങ്ങനെയൊക്കെ നാക്കാന്ന് പറഞ്ഞ് ഒയ്യുള്ള ആള് ഞാൻ നേരിടുന്നവരെ പറഞ്ഞൂടെ അങ്ങനെ അത് ഒക്കെ യൂഹത് മിന്നു അതിന്ന് അങ്ങനെ പിടിക്കപ്പെടാം. എവിടെ ഈ പറയുന്നത് 80 ആളൊരു നാട്ടിലുണ്ട്, 40 ആൾ ഉള്ളിലെ പള്ളിയുള്ളൂ, വേറെ ലോകത്തെ എവിടെയും സ്ഥലമില്ല. എന്നാൽ ഈ 40 ആൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഈ 40 ആൾ എന്താക്കുക? ഇവിടുന്ന് രണ്ടാമത് നിസ്കരിച്ചണം എന്നല്ല വരുന്നത്, നിസ്കരിച്ചൂടെ എന്നുള്ളത് അവിടുന്ന് ഉണ്ടാക്കുക. ഈ പറഞ്ഞിന്ന് നമുക്ക് പിടിച്ചൂടെയാണ് ചോദിക്കുന്നത്. ഈ പറഞ്ഞിന്ന് അങ്ങനെ ഒരു ഇത് നമുക്ക് പിടിച്ചൂടെയെന്ന് മസലായി പറയല്ലത്. അപ്പൊ അത്രേ ഫുഖഹാവ് അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് അവർ ആകെ കണ്ടുവന്നുള്ളൂ. പിന്നെ അതിന്റെ എല്ലാം പുറത്ത് പിന്നെ ശറഉൽ മുഅദ്ദബിൽ നബിമാം പറഞ്ഞു ഈ ഹൗഫുള്ള സമയത്ത്, അത് നാട്ടിൽ നിന്നായാലും വേണ്ടില്ല, സഫറിനായാലും വേണ്ടില്ല, യുദ്ധത്തിനായാലും ഹൗഫുള്ള സമയത്ത് ജുമുഅ കൂടി ഉണ്ടായി.
എന്നാൽ അവിടുന്ന് ജുമാ ഏത് രൂപത്തിലാണ് നിസ്കരിക്കേണ്ടിയിരുന്നു? അപ്പം ജുമാ ഹൗഫിന്റെ സമയത്ത് നിസ്കരിക്കേണ്ട 4 രൂപം നമ്മളെ മദ്ഹബിലുണ്ട്. കുറേ രൂപങ്ങളുണ്ട്, അതിന് 4 രൂപങ്ങൾ, പ്രധാനപ്പെട്ട 4 രൂപങ്ങൾ. അപ്പൊ ഏകദേശം 10-16ഓളം രൂപങ്ങളുണ്ട്. ഇമാം ഷാഫി തങ്ങൾ റാജിയാക്കിയ രൂപങ്ങളിൽ നിന്നുള്ള ഒരു നിസ്കാരം ദാത്തു റിഖായിലുള്ള നബി നിസ്കാരം, ഒന്ന് സ്വലാത്തു ഉസ്മാൻ നബി നിസ്കരിച്ച നിസ്കാരം, ഒന്ന് ബത്റുൽ നഖൽ നിസ്കരിച്ച നിസ്കാരം. അവിടെ ഇമാം നബി തങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? അന്നലഹും സലാത്തുൽ ജുമുഅത്തി അലാ ഇഹത്തി സ്വലാത്തി ദാത്തു റിഖായ്. ദാത്തു റിഖായിന്റെ നിസ്കാരത്തിൽ ദാത്തു റിഖായിൽ നബി നിസ്കരിച്ചതുപോലെ ജുമുഅ അവിടെ നിസ്കരിക്കാൻ പറ്റുള്ളൂ. വലാ തജൂദു കസലാത്തി ബത്റുൽ നഖൽ, ബത്റുൽ നഖൽ നിസ്കാരം പോലെ എന്താക്കാൻ പറ്റൂല, നിസ്കരിക്കാൻ പറ്റൂല, ബിലാ ഖിലാഫ്. കാരണം ഇത് ബത്റുൽ നഖൽ നിസ്കാരം നിസ്കരിക്കൽ ജായിസ അല്ല എന്ന് പറഞ്ഞാൽ ബത്റുൽ നഖൽ നിസ്കാരം നിസ്കരിക്കൽ ഏതാണ്? ഹറാമാണ്. കാരണം എന്തുകൊണ്ട്? ബത്റുൽ നഖൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരം ആദ്യം ഒരു വീട്ടിനെ കൊണ്ട് ഇമാം കേൾക്കുക, ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത് മറ്റവരെ കൊണ്ട് കേൾക്കുക. അപ്പൊ അവിടെ ഒരു ജുമാന്റെ ശേഷം ഒരു സ്ഥലത്ത് തന്നെ എന്ത് വരുന്നുണ്ട്? രണ്ടാമത്തെ ജുമാ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറ്റൂല എന്ന് പറയുന്നത്. അവിടെ തന്നെ എന്താക്കിയിരിക്കുന്നു അറിയോ? ഈ പറഞ്ഞവര് അല്ലാ ജാസ എന്നൊക്കെ ശറഉൽ മാനജിന്റെ ഇബാറത്തിലും മറ്റൊക്കെ കാണുന്നുണ്ട്. എന്താ അവിടെ ബത്റുൽ നഖലിലെ നിസ്കാരം നിസ്കരിച്ചൂടെ? ബത്റുൽ നഖലിലെ നിസ്കാരം അവിടെ നിസ്കരിച്ചൂടെ? കാരണം എന്തുകൊണ്ട്? അവിടെ എന്താ അങ്ങനെ രണ്ട് പ്രാവശ്യമായി നിസ്കരിച്ചുകൊണ്ട് എന്താ കുഴപ്പം? ആദ്യത്തെ കൂട്ടക്കാരെ കൊണ്ട് നിസ്കരിച്ചു, എന്നിട്ട് ഇമാം സലാം വീടി, എന്നിട്ട് രണ്ടാമത് എന്തായിക്കോളെ മറ്റവരെ കൊണ്ട് നിസ്കരിച്ചൂടെ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അതാണ് അല്ലാ ജാസ. എന്തുകൊണ്ട് ജായിസ് ആയിക്കൂടെ എന്നാണ്. ജായിസ് അല്ലാതെ നബിമാം പറഞ്ഞു കൊടുത്ത് പിന്നെ ഇബ്നു ഖാസിമോ അല്ലെങ്കിൽ വേറുള്ളവരോ അല്ലെങ്കിൽ ഷിബറാമുല്ല ജായിസ് ആയിക്കൂടെ എന്ന് പറഞ്ഞാൽ അത് ചവറ്റോട്ടി കയറേണ്ടതല്ലേ? ഇമാം നബി തങ്ങൾ പറയാ ജായിസ് അല്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ജായിസ് ആയിക്കൂടെ? ബത്റുൽ നഖൽ നിസ്കാരം അവിടെ പറ്റൂലേ? ഒന്ന് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത് എന്താക്കുക, മറ്റവരെ കൊണ്ട് പിന്നെ ഇമാം എന്താക്കുക കയറിച്ച ഇമാമിന് നിസ്കാരം എന്താണെന്നാ സുന്നത്താണ് വരുള്ളൂ. അങ്ങനെ നിസ്കരിച്ചൂടെ, അങ്ങനെ നിസ്കരിച്ചൂടെ എന്ന് പറഞ്ഞുകൊടുത്ത് പിന്നെ അയാളെ അതിന് മറുപടി പറയാം, അങ്ങനെ നിസ്കരിക്കാൻ പറ്റൂല, മറ്റേ 2 രൂപം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അത് പറ്റാത്തത്. മറ്റേ 2 രൂപം പറ്റാത്ത രൂപമാണ് നിൽക്കുക, എന്നാ നിസ്കരിച്ചൂടെ എന്ന് പറയണ്ടേ? അവിടെ തന്നെ അതും പറഞ്ഞിട്ടില്ല. കാരണം എന്തുകൊണ്ട്? അവിടെ ജുമാ നിസ്കരിച്ചണ്ട. ഒരു കൂട്ടറെ കൊണ്ട് നിസ്കരിച്ചാണെങ്കിൽ പിന്നെ രണ്ടാമത്തെ കൂട്ടറെ കൊണ്ട് ജുമാ നിസ്കരിച്ചാൻ പാടില്ല. രണ്ടാമത്തെ കൂട്ടർ ഒരേ നിസ്കരിച്ചാൻ പാടുള്ളൂ. ആ ആ വേറെ ഒരു കോളനിക്ക് ബോംബെ നഗരം എന്നല്ല, ഈ അമേരിക്കൻ നഗരത്തിലാണെങ്കിലും നിസ്കരിച്ചാൻ പറ്റൂല ഷാഫി മദ്ഹബ് പ്രകാരം. ആ പറഞ്ഞ ഷറൗദിയിൽ ആ പറഞ്ഞ മുസ്ലിയാരെ പിന്നെ എന്ന് പറഞ്ഞത് തന്നെ മുഅ്തമദല്ല. മുഅ്തമദ് എന്താണെന്നറിയോ? സ്വലാത്തുൽ ജുമുഅയും ഇആദത്ത് ചെയ്യാന്നാ. സ്വലാത്തുൽ ജുമുഅയും ഇആദത്ത് ചെയ്യാ, മടക്കി കേൾക്കാന്നാ. ഈ മടക്കി കേൾക്കൽ എങ്ങനെ ഫുഖഹാവ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ മടക്കി കേൾക്കല്? ഐസു സാഫറ ഇലാ ബലദിൻ ഉഖറ, ഓൻ ഒന്നിക്കൽ ഇവിടുന്ന് വേറെ നാട്ടിലേക്ക് പോകുക. അതല്ലെങ്കിൽ ഇവിടെ ജുമാക്ക് എന്ത് പറ്റും? തഅദ്ദുദുള്ള സ്ഥലമാണ്. അപ്പൊ ഇവിടെ എന്താക്കുന്നുണ്ട്? ഇവന്റെ ജുമാ കഴിഞ്ഞിട്ട് അപ്പാത്ത് വരുമ്പോ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ, അവരവിടെ ജുമാക്കിരിച്ചിട്ടുണ്ട്, അപ്പോഴും പറ്റും. അല്ലാതെ ഇവിടുന്ന് എന്താക്കാന്നല്ല, ഇവിടുന്ന് വേറെ ജുമാക്കിരിക്കുമ്പോൾ പ്രശ്നം വരും. എന്താ പ്രശ്നം എന്നറിയോ? ഏറ്റവും വലിയ പ്രശ്നം ഷർത്ത് എന്ന് പറഞ്ഞാൽ മാ യൽസമു മിൻ അദമിഹി അൽ അദമു വലാ യൽസമു മിൻ വുജൂദിഹി വുജൂദുൻ വലാ അദമു ലിദാതിഹി ന ഷർത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ രണ്ടാമത് ഒരു നാട്ടിൽ രണ്ടാമത്തെ ഒരു ജുമുഅ സഹിയാവണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഷർത്ത് എന്താണെന്നറിയോ? അവിടെ എന്ത് വേണം? ഷർത്ത് അവിടെ ഈ ഉസൂൽ ഇജ്തിമാഇ എന്നുള്ള ഒരു കാരണമാണ് ഷർത്താണെങ്കിൽ ആ ഉസൂൽ ഇജ്തിമാഇ അവിടെ ഉണ്ടാവണം നിസ്കരിക്കുന്ന സമയത്ത്. ഇപ്പൊ ഞാൻ നേരത്തെ ആദ്യം തന്നെ ഇതിന്റെ മുഖം പറഞ്ഞല്ലോ. അപ്പൊ ഈ നാട് വലിയൊരു നാടാണ്, അവിടെ ഒരു പള്ളിയുണ്ട്, ഇവിടെ ഒരു പള്ളിയുണ്ട്. ഇവിടുത്തെ ആളുകൾക്ക് അങ്ങോട്ട് പോകാൻ പ്രയാസമാവുമ്പോൾ അവരവിടുന്ന് ജുമാ കരിച്ചു, ഇവിടെ നിസ്കരിച്ചു, കുഴപ്പമില്ല. കാരണം അവിടെ എന്തുണ്ട്? ചെന്ന് കൂടാനുണ്ട്, പ്രയാസമുണ്ട്. അപ്പൊ അവരെ ജുമാ കഴിഞ്ഞിട്ട് ഇവർക്ക് കരിച്ച അവരൊപ്പൊക്കെ കരിച്ച പ്രശ്നമില്ല. കാരണം എന്തുകൊണ്ട്? ഈ ഉസൂൽ ഇജ്തിമാഇ എന്ന് പറഞ്ഞ ഷർത്ത് ഇവർ നിസ്കരിക്കുമ്പോൾ ഇവിടെ എന്താണ്? മുത്തഹഖഖാണ്. നേരെ മറിച്ച് ഇവിടുത്തെ ആളുകൾ, ഇവിടെ 40 ആളുകൾ അവർ കഴിഞ്ഞതിന് ശേഷം വന്ന് നിൽക്കുക, അതല്ല കഴിഞ്ഞതിന് മുമ്പ് വന്ന് നിൽക്കുക. എന്നാലൊക്കെ തന്നെ ഉസൂൽ ഇജ്തിമാഇ മറ്റേ ആളുകൾ ഇപ്പൊ ഒതുവാണ് നിസ്കാരത്തിൽ നിൽക്കുന്ന പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? ഒതു ഷർത്താന്ന് പറഞ്ഞാൽ അത്തഹിയ്യാത്തിന് പിന്നെ ഒന്ന് പോയാൽ പറ്റുമോ? നമ്മളെടുത്ത് പറ്റൂല. അപ്പൊ അത്തഹിയ്യാത്തിന് ഒന്ന് പോയി നിൽക്കുക.
എന്നാ പിന്നെ അവിടെ ചെയ്തിട്ടുള്ള നിസ്കാരം ഉണ്ടാവില്ലല്ലോ എന്നതുപോലെ ഈ ഒരുമിച്ച് കൂടാൻ പ്രയാസമാവുക എന്ന് പറഞ്ഞ ഷർത്ത് ഈ മറ്റേ കൂട്ടക്കാർ എങ്ങനെ ഒരുമിച്ച് കൂടാൻ പ്രയാസമാവുക? ഈ പള്ളിയിൽ ഉൾക്കൊള്ളില്ല, അത് ഒരുമിച്ച് കൂടാൻ പ്രയാസമാവേണ്ട ഒരു രൂപ. അപ്പൊ ഈ പള്ളിയിൽ ആ കൂട്ടക്കാരെ മുഴുവനും കൂടി നിൽക്കാൻ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ, ആ 40 ആളുകൾ എന്താ ചെയ്യേണ്ടിയില്ല? ഇവര് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിസ്കരിക്കുമ്പോൾ അവിടെ വിസൂർ ജിത്തിമായി എന്ന് പറഞ്ഞ ഷർത്ത് അവിടെ ഇല്ല. അപ്പൊ ഷർത്ത് ഇല്ലെങ്കിൽ മസ്റൂത്ത് ഉണ്ടാവില്ല, അപ്പൊ ജുമാ ഉണ്ടാവില്ല, അപ്പൊ ജുമായിരിക്കണ്ടാവും. എന്താ അത്ര പേടി? ഫുഖഹ എല്ലാത്തിനും എല്ലാം കണ്ട് ജുമാനെ കരിക്കണം എന്നുണ്ടാവും. കരിച്ചാൽ പോരെ, കരിച്ചെന്ന് പറഞ്ഞു കൊടുത്ത് എന്നാ കരിച്ചണം. 40 എന്നല്ല, ഇനി 900 ആളുണ്ടായി നിൽക്കാം, എന്നാൽ നിൽക്കണം. ഒരു 15 ആളുണ്ടാവും. ഉദ്ധരിപ്പ ഞാൻ പറഞ്ഞില്ലേ, ഉദ്ധരണല്ലേ ഇത് ഈ ഷർത്ത് ഉണ്ടാവേണ്ട ഇവിടെ പെടൂലെന്നല്ലേ ഞാൻ പറഞ്ഞത് മനസ്സിലായി. ഉസുറുൽ ഈത്തിമായി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുമിച്ച് വിടാൻ പ്രയാസമാവുക എന്നല്ലേ. ആ പ്രയാസം ബില്ലൊക്കെ നിൽക്കിച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും പ്രയാസമാണ്. ആ ഷർത്ത് ഉണ്ടാവുമ്പോഴാവണം മറ്റൊരു കാരണം ആവണം. അതുകൊണ്ടാണ് നമ്മൾ എന്താക്കണമെന്ന് പറഞ്ഞാൽ ഈ കാരണം കൊണ്ട് ഇവിടെ കൊള്ളാത്തോണ്ട് വേറൊരു പള്ളിയാവുമ്പോൾ ഈ ജുമായ കഴിയണ സമയത്തിന്റെ മുമ്പായിട്ടൊക്കെയാണ് അവിടുത്തെ ജുമായും ചെയ്യണത്. ഏത് എങ്ങനെ? ആ ആ ആ ആ കഴിയില്ലെങ്കിൽ ഒരു ജുമാന്റെ ശേഷം മറ്റൊരു ജുമാ നിർത്താൻ പറ്റൂല. അല്ലെങ്കിൽ ഓർക്ക് വേറെ ഓർക്ക് കയറ്റിയെന്ന് അവർ ഇങ്ങോട്ട് വരണ്ട, കുറച്ചിങ്ങോട്ട് എത്താൻ പ്രയാസമാണെങ്കിൽ അപ്പാ തിന്ന് കാണും, അപ്പ അവരോട് കയറ്റാൽ മതി. എങ്ങനെ ഇവിടെ എത്തിയാ പിന്നെ ഇവിടെ സ്കെച്ച് കഴിഞ്ഞില്ലേ? അപ്പൊ വൈരുദ്ധ്യമല്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നിസ്കരിക്കുന്ന സമയത്ത് ഉസുറുൽ ഇജ്തിമാഅ് ഉണ്ടാവില്ല. എങ്ങനെ? അതില്ലാതെ അസറുണ്ടോ വരെയൊക്കെ വെച്ചാൽ മതി. എന്നിട്ടാ നിസ്കരിച്ച് നല്ലതാണ്. എന്നാ മറ്റൊരു നിസ്കരിച്ചിണ്ടാവും, മറ്റൊരു ജുമാ നിസ്കരിച്ചിണ്ടാവും. ഉസ്റാന്നല്ല, അതിനെന്താ മറുപടി? ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പ്രയാസമായാലല്ലാതെ അപ്പൊ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പ്രയാസമാണെങ്കിൽ ജായിസാവും. അതെ, ജുമാ തഅദ്ദുദാവാൻ പറ്റും. ജുമാ അങ്ങനെ നിസ്കരിച്ചാൽ പറ്റൂല. വദായിക്ക് ഇജ്മാഅൻ ബാത്തിലെന്ന് അറിഞ്ഞില്ലേ? വദായിക്ക് ബാത്തിലും ഇജ്മാഅെന്ന് അറിഞ്ഞില്ലേ? ഒന്നിലാക്കാൻ നിസ്കരിക്കൽ ബാത്തിലാണെന്ന് നിങ്ങൾ നേരത്തെ വാർത്ത വെച്ച് കേട്ടില്ലേ? ഇതൊക്കെ തങ്ങൾ പറയാണ് അന്നഹു യദുല്ലു അലൽ ജവാസി ഇന്ദ അദമിൽ ഹാജത്തി കദൂഹി ഫഖുൽതു ലഹു യൽസമുക ജവാഅത്തു സുമാഅത്തൈനി ഫീ മസ്ജിദിൻ വാഹിദിൻ ثم أخرجت له قول صاحب الاختيار وغيره أن ذلك باطل الإجماع إن ذلك باطل الإجماع. ഒരു സ്ഥലത്ത് ഒരു പള്ളി 2 ജുമാ ഉണ്ടായാലും മഹല്ലിൽ വേറെ ജുമാ ഉണ്ടാവുന്ന മാരിക്കെല്ലാം വ്യത്യാസം ഉണ്ട് പറഞ്ഞില്ലേ? ഇത് ഫത്താവ സുബിക്കിയിൽ നോക്കി. ഇത് മദ്ഹബിനെതിരായതല്ല ഈ പറയണത്. ഇത് ഈ തഖിയുദ്ദീൻ സുബ്കി വാപ്പാന്റെ വിഷയമൊക്കെ എടുത്തിട്ടല്ല പറഞ്ഞത്. മൂപ്പര് മാറുന്നത് അനഫി പണ്ഡിതനായിട്ട് അനഫി മദ്ഹബിലുള്ളതായ ഒരു വിഷയത്തിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ തഖിയുദ്ദീൻ സുബ്കി തങ്ങൾ പറയണം, നിങ്ങൾ അനഫിയാൽ കൂടി പറ്റൂലല്ലോ, അത് ബാത്ത് ഇജ്മാഅൻ ബാത്തിലല്ലേ.
ഇജ്മാഅൻ ബാത്തിലാന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അയിമ്മത്ത് മുഴുവൻ ഇത്തിഫാഖായി പറയണതല്ലേ ഇജ്മാഅൻ എന്ന് പറഞ്ഞാൽ അതല്ലേ. ബാപ്പാന്റെ ഏത് അഭിപ്രായം? ബാപ്പാന്റെ എല്ലാ അഭിപ്രായവും മദ്ഹബിനെതിരല്ല. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തഖ്വീദുദ്ദീൻ സുബ്കിന്റെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം മദ്ഹബിനെതിരാണ്. അല്ലാതെ തഖ്വീദുദ്ദീൻ സുബ്കിന്റെ അഭിപ്രായം നമ്മൾ എടുക്കണില്ലേ? തഖ്വീദുദ്ദീൻ സുബ്കി എന്ന് പറഞ്ഞാൽ ആരാ? വലിയ ആളല്ലേ. അയാൾ അഭിപ്രായം നമ്മൾ എടുക്കുന്നതാണ്. ഈ വിഷയത്തിലുള്ള അഭിപ്രായം മദ്ഹബിന്റെ മുഅ്തമദിനെതിരാണ്. മുഅ്തമദ് ഉസൂൽ ജുമാ വേറെ അപ്പുറത്തുനിന്നല്ല. ഉസൂൽ ഇജ്തിമാ ഉണ്ടാവുമ്പോൾ ഒരു നാട്ടിൽ ഉണ്ടാക്കുക 2 ജുമാ ആവാം. അത് 2 സ്ഥലത്താവാനേ പറ്റുള്ളൂ, പറ്റൂല. അതന്നെ ഇപ്പൊ വായിച്ചതേ. ഒരു പള്ളിയിൽ 2 ജുമാ ഉണ്ടാക്കല്. അതിപ്പോ ഞാൻ നിങ്ങളോട് ഫത്താവ സുബ്കി ഉണ്ട്, നിങ്ങൾ ചോദിച്ചോളി. ഫത്താവ സുബ്കിയിൽ പേജ് നമ്പർ ഫത്താവ സുബ്കി നോക്കിയാണ്. ഫത്താവ സുബ്കിയിൽ ഈ ജുമാനെ പറ്റി പറഞ്ഞ വലിയതാണ്, നോക്കിയാൽ മതി. ഫസ്ൽ ഫീ ഇഖാമത്തി ജുമുഅത്തൈനി ഫീ മസ്ജിദ് ഫീ വൽദി വാഹിദ്. ഇനി എന്താ ഞാൻ കേട്ടോ? ഞാൻ പോവാം. കമ്മിറ്റി കണ്ട് മുറിയേറ്റോളി സമയം ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട പണ്ഡിത ശ്രേഷ്ഠന്മാരെ, ഭക്ഷണമുണ്ട്, അതൊക്കെ കഴിച്ചിട്ട് വേണം. നമ്മളൊക്കെ ഇറങ്ങി ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് അത് കഴിച്ചിട്ട് വേണം നമുക്ക് പിരിയാൻ വേണ്ടി. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ജില്ലയിലെ മണ്ഡലങ്ങളിൽ പുതിയ കമ്മിറ്റികൾ വരുത്തുന്നതിന്റെ ഭാഗമായി നമ്മുടെ മലപ്പുറം ജില്ലയിലെ അവസാനത്തെ മണ്ഡലം കമ്മിറ്റിയാണ് നിലവിൽ വരാൻ പോകുന്നത്. ഈ മഹത്തായ മണ്ഡലം കമ്മിറ്റി നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളും പ്രവർത്തന മേഖലകളൊക്കെ തന്നെ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം കമ്മിറ്റികളുടെ വളരെ വിശാലമായ ഒരു കൺവെൻഷൻ